ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ ആരതിപ്പൊടിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കൺട്രോൾഡായിട്ടുണ്ട് സ്വഭാവം. ആ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരാൾ നമ്മളെ ഇങ്ങനെ അലറിപ്പൊളിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു വർഷം 1-2 വർഷത്തോളമായിട്ട് ഇപ്പോൾ അധികം വിവാദങ്ങളൊന്നുമില്ല റോബിൻ. കാരണം വെച്ചാൽ റോബിൻ അധികം മീഡിയ അതിലോട്ടൊന്നും വന്നിട്ടില്ല, ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ഇനോഗ്രേഷൻസിന് അധികം പോയിട്ടില്ല. പോകുന്നുണ്ടാവും, പക്ഷെ ആദ്യത്തെ പോലെ ഇങ്ങനെ എപ്പോഴെപ്പോഴും പോകുന്ന ഒരു രീതിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മനഃപൂർവ്വം എടുത്തതാണോ എന്നാ ചോദിച്ചത്. എന്താ പറയാ, കല്യാണം കഴിഞ്ഞ ശേഷം പലരും ചോദിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സത്യം പറയാൻ പൊടിയിൽ ഒരു 3 വർഷമായിട്ട് അറിയാം. ഞാൻ അപ്പൊ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പിന്നെ എന്റെ ക്യാരക്ടറിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാനിപ്പോ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ കുറച്ച് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അഗ്രസീവ് ആയിരുന്നുള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് റിയാക്ട് ചെയ്യും. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ട്. അപ്പൊ ആ ഒരു കൺട്രോൾ ഉണ്ടെന്നത് നമ്മൾ പ്രായമാകുമ്പോൾ, പ്രായം 35 വയസ്സുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ആ ഒരു ഇതിന്റെ കുറച്ച് മാറ്റങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിന് പോണതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-32 വയസ്സ് വരെയും ഞാനൊരു ഡോക്ടറായിട്ടും അല്ലാതെ ഒരു ലൈഫ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അധികം ബഹളമൊന്നും ഇല്ലാതെ കാമാൻ പോയിട്ടായിട്ട് ഒരാളാണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളില്ല, ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന വീട്, അങ്ങനെയുള്ള ലൈഫായിരുന്നു. അപ്പൊ ഇതില് ഈവൻ എന്റെ ഹോസ്പിറ്റലിലുള്ള പലരും ഇതിന്റെ ഡോക്ടർ ഇങ്ങനെ ഭയങ്കര അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയാം, ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ ഫെയിം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, ഫെയിമിന്റെ എക്സ്ട്രീം ഫെയിം. കാരണം കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ഒരു 2-3 മാസം വരെ ഇതിന് എന്തുണ്ടാവും, ഇതിന്റെ ഹൈപ്പ് ഉണ്ടാവും. അപ്പൊ എനിക്കത് മാക്സിമം ഒരു 1 ഇയർ വരെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുവേണ്ടി പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓപ്പണായിട്ട് പല കാര്യങ്ങളും ചിലപ്പം ചെയ്യേണ്ടി വന്നില്ല, കണ്ടന്റിന് വേണ്ടി ചെയ്യേണ്ടി വന്നില്ല. ഈ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ അല്ലെ, എക്സാക്ട്ലി അങ്ങനെ ഒരു കാര്യം. അപ്പം ഞാൻ അത്രയും മാത്രം ഒരു എഫേർട്ട് എടുത്ത് കോൺട്രിബ്യൂട്ട് ആണെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ എല്ലാം ചെയ്ത് അത്യാവശ്യം കുറച്ച് പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഈ കാര്യമൊക്കെ തന്നെയാണ് ചോദിച്ചത്, ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് എടുത്ത് തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനഃപൂർവ്വമായിട്ട് എടുത്ത് തന്നെയാണ്. കാരണം കുറേ തെറ്റുകൾ അദ്ദേഹത്തിന് തന്നെ പറ്റി. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലാതെ വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊരു ലൈം ലൈറ്റിലോട്ട് വരണം, എല്ലാവരും അറിയപ്പെടണം. അറിയപ്പെടാന്ന് വെച്ചാൽ വെറുതെ ചെറുതായിട്ടൊന്നും അറിഞ്ഞ പോരാ, വലുതായിട്ട് തന്നെ എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം തിരഞ്ഞെടുത്തത്. പിന്നെ അദ്ദേഹം അതിൽ സക്സസ്ഫുള്ളായപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ അറിയപ്പെട്ടപ്പോൾ അതിങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ ട്രിക്കുകൾ നോക്കി. ആ ട്രിക്കുകളിലൊക്കെ ഒരു കാര്യങ്ങളായിരുന്നു ഇനോഗ്രേഷൻ വരുമ്പോൾ ഓളി എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അത് പിന്നീട് അദ്ദേഹത്തിന് ചെറുതായിട്ടെങ്കിലും ഒരു തെറ്റാണെന്ന് തോന്നിയതിന് ശേഷമാണ് അദ്ദേഹം പിൻവലിഞ്ഞത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൂടെ നിന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിന് തിരിച്ചടികൾ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കുറേ പാഠങ്ങൾ പഠിച്ചു, ആരൊക്കെയാണ് നല്ലത് ആരൊക്കെ മോശം എന്ന് പഠിച്ചു. പിന്നെ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു റൂട്ട് തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ ആരതിപ്പൊടിയുടെ ഒരു ഇതും കൂടെ വന്നതോടുകൂടി പിന്നെ രണ്ടുപേരും വളരെയധികം ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും റോബിൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി എന്ന് സമ്മതിച്ചതിൽ വളരെ സന്തോഷം. കാരണം ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ് പ്രകടിപ്പിച്ചിരുന്നത് എന്നാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞത്. നമുക്കും അതിലും വലിയ തെറ്റൊന്നും തോന്നിയില്ല. ഒരാൾക്ക് ഒരു സന്തോഷം, അയാൾ എന്താണ് ഒരുപാട് ആൾക്കാരെ അഭിസംബോധന ചെയ്തു, വളരെയധികം ഒച്ചയെടുത്താണ് അദ്ദേഹം അങ്ങനെ എല്ലാവരും എടുത്തും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചോദിച്ചത് സിനിമയുടെ കാര്യം, അത് രണ്ടുമാണല്ലോ പ്രധാനമായിട്ടും റോബിനെ വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ദിൽഷയുമായുള്ള പ്രണയം, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ പ്രവേശനം, പിന്നെ ആരതിപ്പൊടിയുമായിട്ട് ഈ ഒരു ബന്ധം നിലനിൽക്കില്ല, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ട്. അപ്പോൾ അടുത്ത സിനിമയാണ്, എന്നാണ് സിനിമ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാം. പിന്നെ ഞാൻ എപ്പോഴും ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പറയില്ലേ, എപ്പോഴും എൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇത് മാക്സിമം എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. ഒരുപാട് എന്താ പറയാ, കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 35 ഒന്നിനും ഒരു തടസ്സമല്ല, ഇനിയും സമയമുണ്ട്. പലരും എൻ്റെ മൂവി ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി കിളവനായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മൂവിക്ക് കളവനാവണമെന്നില്ല, കിളവനാവുന്ന റേഷ്യോയിൽ ഞാൻ ചെയ്യും.
മനസ്സിലായില്ല? അപ്പൊ അത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരാൾക്ക് ഫിലിമിലോട്ട് വരാനായിട്ട് അങ്ങനെ പ്രത്യേക ഏജ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ വരാം. പക്ഷെ ആ സമയത്ത് വരുന്ന സമയത്ത് എന്താണോ ഏജ് അതിനനുസരിച്ച് കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. പക്ഷേ സിനിമാ പ്രവേശനം ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ നായകനായിട്ട് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണ് ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് സിനിമ വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അത് ശരിയാണല്ലോ, എത്രയോ സോഷ്യൽ മീഡിയയിൽ വൈറലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോബിനൊക്കെ അതൊരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കോ വിളിച്ച് ഒരു റോൾ കൊടുക്കാനൊന്നും റോബിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ വിവാദങ്ങൾ ഇല്ലാത്ത ഉള്ളവരെയൊന്നും സിനിമയിൽ എടുക്കില്ല എന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെ വിവാദങ്ങൾ ഉള്ള എത്രയോ പേര് അഭിനയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ സിനിമയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായത് മനസ്സിൽ അതേപോലെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സിനിമയിൽ നിന്ന് വിട്ടു നിന്നാന്ന് പറഞ്ഞത്. മേ ബി അതായിരിക്കാം. അപ്പോൾ എന്തായാലും എപ്പോഴാണ് വരുന്നത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. വരുവാണെങ്കിൽ നന്നായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും വരട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ബ്ലെസ്സിങ്സ് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ റോബിന് കുറച്ചും കൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുണ്ട്. അതായത് ഒരു സെലിബ്രിറ്റി ലെവൽ ഓഫ് അങ്ങനത്തെ ഒരു ഇതിലായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. എവിടെ എന്ത് കാര്യങ്ങൾ പറയണം, എവിടെ തുറന്നു പറയണം, എവിടെ തുറന്നു പറയണ്ട എന്നുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് എന്നല്ല ഞാൻ പറയുന്നത്. ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്. എപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ബ്ലെസ്ലി ദിൽഷ നിങ്ങളൊരു ടീം ആയിരുന്നല്ലോ അവിടെ. തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും അവരോടും ചോദിക്കാറുണ്ട് ഡോക്ടർ റോബിനെ കുറിച്ച്, ബ്ലെസ്സിനെ കുറിച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്റർവ്യൂസ് ആകുമ്പോൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന പോലെ തന്നെ. അപ്പം കല്യാണ വിശേഷങ്ങളെ കുറിച്ച് ദിൽഷ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടു. എല്ലാവരുടെ ആശംസകൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എപ്പോഴും ആളുകൾക്ക് നിങ്ങൾ ഇപ്പോഴും മിണ്ടാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിനുശേഷം മിണ്ടാറില്ലേ, പിന്നെ ഒരു സൗഹൃദത്തിന് നിങ്ങളൊരു സ്കോപ്പ് ഇല്ലേ എന്ന് പല ചോദ്യങ്ങളും ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. എനിക്ക് ആക്ച്വലി ദിൽഷയായിട്ട് കോണ്ടാക്ട് ഇല്ല. ബ്ലെസ്സിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. ഇന്ന് കണ്ടു, സംസാരിച്ചു. നമ്മൾ വേറെ കണ്ടു, സംസാരിച്ചു. ഇതില് അവിടെ ഗ്രഹിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്നത്. ലൈഫില് ഈ ഒരു ബിഗ് ബോസിന് ശേഷം ലൈഫിൽ പഠിച്ച ഒരൊറ്റ കാര്യം ഞാൻ മുന്നേ വിചാരിച്ചിരുന്ന നമ്മളെ പിന്നിൽ നിന്ന് കുത്താനും നമ്മളെ പിടിച്ച് താഴെ ഇടാനും കുറച്ചു പേരുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് നമ്മളെ പിടിച്ച് താഴെ ഇടാനും നമ്മളെ കുത്താനും നമ്മളെ ചവിട്ടി താഴ്ത്താനും ഒരുപാട് പേരുണ്ടാവും. സോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളാവും, നമുക്ക് തന്നെ തിരിച്ചടിയാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണത്. പിന്നെ ഇപ്പോൾ വിവാദങ്ങൾ നമ്മൾ തനിച്ചാകുമ്പോൾ നമുക്ക് മാത്രം ഈ വിവാദങ്ങൾ വിട്ടാൽ മതി. ഇപ്പോൾ എന്ന് പറയുമ്പോൾ റോബിന് ആദ്യത്തെപ്പൊടി ഉണ്ട് കൂടെ. അപ്പോൾ ആ ഒരു വ്യക്തിയും കൂടെ വിവാദങ്ങളോട്ട് വരും എന്നുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹം ഓരോ വാക്കുകളും പ്രവർത്തികളൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം യാത്രയിലാണ്, ഒരുപാട് ഹണിമൂൺ ട്രിപ്പുകളാണ്. അത് ഏതൊരു പ്രൈവറ്റ് കമ്പനി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ഒന്നല്ല പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞത്. ഭാഗ്യവാൻ അല്ലേ, നമുക്കൊക്കെ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ എത്രയോ രാജ്യങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. അത് അദ്ദേഹത്തിന് വെറുതെ കിട്ടിയതല്ല, അദ്ദേഹം കഷ്ടപ്പെട്ട് ബിഗ് ബോസിലൊന്നും പ്രശസ്തനായി അങ്ങനെ വന്ന കാര്യം. നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക്. അപ്പോൾ എന്തായാലും റോബിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂ കണ്ടത്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആൻസറുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വരും കാലങ്ങളിൽ അറിയാം. അദ്ദേഹം ഇനിയും ചിലപ്പോൾ ആക്റ്റീവ് ആവാനൊക്കെ വഴിയുണ്ട്. പക്ഷെ അത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും